അല്ലേ? ഏതാ? അല്ല, അതെനിക്കറിയത്തില്ല. വന്ദേമാതരം പാടുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒരു വന്ദേമാതരത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്ദേമാതരം പാടിയില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് പൊന്തി വന്നു. പക്ഷെ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് മര്യാദ കൊടുക്കുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം. അതിന് പിന്നെ പ്രത്യേകം മാസ്ക് ചെയ്യണം ഈ പരിപാടി നടക്കുന്നിടം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ജനങ്ങൾക്ക് അവരുടെ ലിബേർട്ടീസ് ഉണ്ട്. അവർ ചിലപ്പം കുഞ്ഞുങ്ങളാരെങ്കിലും ഓടിയാൽ അതിൻ്റെ പേര് വിളിച്ച് ഈ വന്ദേമാതരത്തിനിടയ്ക്ക് ഒന്ന് ഓടിയെന്ന് വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുന്ന ചടങ്ങുകളുണ്ട്. സർബാനന്ദ് സോനോവാൾ വന്നില്ലേ? വന്നില്ല. ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. എന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് അന്ന് അദ്ദേഹം വന്നപ്പം പ്രോട്ടോക്കോളാണ്, ഞാൻ ഉണ്ടായേ പറ്റും. അതുകൊണ്ട് അന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതിനുള്ള അവകാശം അവർക്കില്ലേ? ഇല്ലേ? ഏതാ? അല്ല, അതെനിക്കറിയത്തില്ല. വന്ദേമാതരം പാടുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒരു വന്ദേമാതരത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്ദേമാതരം പാടിയില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് പൊന്തി വന്നു. പക്ഷെ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് മര്യാദ കൊടുക്കുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം. അതിന് പിന്നെ പ്രത്യേകം മാസ്ക് ചെയ്യണം ഈ പരിപാടി നടക്കുന്നിടം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ജനങ്ങൾക്ക് അവരുടെ ലിബേർട്ടീസ് ഉണ്ട്. അവർ ചിലപ്പം കുഞ്ഞുങ്ങളാരെങ്കിലും ഓടിയാൽ അതിൻ്റെ പേര് വിളിച്ച് ഈ വന്ദേമാതരത്തിനിടയ്ക്ക് ഒന്ന് ഓടിയെന്ന് വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുന്ന ചടങ്ങുകളുണ്ട്. ഒരു വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു സ്ട്രക്ചറിനിടയിൽ മാത്രമേ ഇത് ചെയ്യാവൂ. അതെ അതെ, അതവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ പോയി. മാസ്ക് ചെയ്യണം ആ ഏരിയ. പ്രോട്ടോക്കോളാണത്. അത് വന്ദേമാതരത്തിനുള്ള പ്രോട്ടോക്കോളാണ്. നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്ലാറ്റ്ഫോമാണ്. കുറച്ച് നമ്മൾ എന്താണ് സെൻസിബിലിറ്റിയും കൂടെ ചേർക്കണമല്ലേ? അല്ലാതെ സ്നേഹം അല്ല, ആരായാലും ജനങ്ങൾ. അതൊന്നും പാർട്ടിക്കാരുടെ സ്വന്തമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇതിന് അപമര്യാദ കൊടുത്താൽ അവർ ചോദ്യം ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പാർട്ടിക്കാർ മുന്നിട്ടിറങ്ങിയത്.